ഇപ്പോൾ പോലീസുകാർ പഴയ പോലെ ഈ ബജ്റാങ്ക് പറയുന്ന പോലെ പഴയ രീതിയിൽ അവർ ആക്ട് ചെയ്യുന്നില്ല. അവർ പറയുന്ന ഈ സംഭവങ്ങളിനകത്ത് ഇവരൊന്നും ഫോഴ്സ്ഫുൾ അല്ല. പിന്നെ എന്തിൻ്റെ പേരിൽ അവർ അറസ്റ്റ് ചെയ്യുന്നത്? ആ രീതിയിൽ പോലീസിൻ്റെ അകത്തും മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. പഴയ രീതിയിലൊന്നും അല്ല ഇവ പോലീസ് കാരണം BJP ഭരിക്കുന്ന സ്റ്റേറ്റാണ്. അപ്പം ഇതുകൊണ്ടൊക്കെ ഇവർ നിയമം ഉണ്ടാക്കി ഇതിനെ അടിച്ചമർത്താനുള്ള ശ്രമമാണ്. പക്ഷെ എത്രമാത്രം അടിച്ചമർത്തിയാലും ഇത് വീണ്ടും വരും. അതിനകത്ത് ഞാൻ ഒരു തെളിവ് പറയാം. ഇന്നത്തെ ഞാനൊരു ക്രിസ്ത്യനായിട്ട് പറയുന്നതും അല്ല. ഇപ്പം എവിടൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അവിടൊക്കെ ക്രിസ്ത്യാനിറ്റി ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ലോകത്ത് അതിൻ്റെ ഏറ്റവും വലിയ ക്ലാസിക് തെളിവുകളുണ്ട്. അപ്പം ഇവിടെ ഇത്രമാത്രം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് തിരിച്ചു വരും. കാരണം ഇത് എങ്ങനെ ഈ പറയുന്ന പോലൊന്നും ഇവർക്കൊന്നും ഒതുക്കാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല ഇത്. ഇവർ തന്നെ ഈ കർവാപ്പസി പോലെയുള്ള നടപടികളെടുത്തെങ്കിലും അതും ഒട്ടും ഫലപ്രദമായില്ലല്ലോ. ഇതിൻ്റെ അകത്ത് ജോസഫ് സിമ്പിൾ ചോദ്യമുണ്ട്. ഈ കർവാപ്പസി എന്ന് പറഞ്ഞ് ഇവൻ കൺവേർട്ട് ചെയ്തിട്ട് റീകൺവേർട്ട് ചെയ്തിട്ട് സെയിമായിട്ട് അവൻ ഏതിലാണ് പോകുന്നത്? അവൻ പഴയ ജാതിയിലോട്ട് പോകണം. അവനെ ബ്രാഹ്മണനായിട്ട് എടുക്കുമോ? ഇല്ല. അവനെ അപ്പർ കാസ്റ്റായിട്ട് എടുക്കുമോ? ഇല്ല. പിന്നെന്ത് കർവാപ്പസിയെ? ഇപ്പോൾ വനവാസി കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് BJP RSSൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കർവാപ്പസി. അതൊക്കെ മാസി ഫെയിലിയറാണ്. ഗുജറാത്തിൽ BJPയുടെ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് അല്ലയോ? അവിടെ നടന്നു ഇല്ല. അവസാനം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗുജറാത്തിൽ BJPയുടെ കാൻഡിഡേറ്റ് വാപ്പി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പെന്തക്കോസുകാരൻ അവിടുത്തെ MLA BJPയുടെ കാൻഡിഡേറ്റ്